നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. CPM ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് വാർത്താസമ്മേളനം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയൻ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുതിർന്ന കാരണവരുമായിട്ടുള്ള സഖാവ് പാലോളിയാണ് പതാക ഉയർത്തിയത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവനാണ്. മേൽക്കമ്മിറ്റിയിൽ നിന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി സമ്മേളന നടപടികളിൽ നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി വിജയരാഘവ സാഹിബിന് പുറമെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, എളമരം കരീം, സതി ദേവി, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് സ്വരാജ് എന്നിവർ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. VP സാനു കൺവീനറായ പ്രസിഡിയം, സ്റ്റിയറിംഗ് കമ്മിറ്റിയായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കും. പ്രമേയ കമ്മിറ്റി കൺവീനറായി സഖാവ് ശശികുമാർ, ക്രെഡൻഷ്യൽ കമ്മിറ്റി കൺവീനറായി സഖാവ് അബ്ദുള്ള നവാസ്, മിനിറ്റ്സ് കമ്മിറ്റിയുടെ കൺവീനറായി സഖാവ് VM ഷൗക്കത്ത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് ഇവരെല്ലാം. അവരുടെ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും നമ്മളിവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിലെ പ്രതിനിധി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ 3 വർഷക്കാലത്തെ മലപ്പുറം ജില്ലയിൽ CPMൻ്റെ നേതൃത്വത്തിൽ നടന്ന, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ശക്തി ദൗർബല്യങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മറ്റൊന്ന്, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് 25% പാർട്ടി അംഗങ്ങളെങ്കിലും വനിതകളാകണം എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ പാലക്കാട് പ്ലീനം അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ വനിതകളുടെ മെമ്പർഷിപ്പിൻ്റെ നിരക്ക് 16%. ആകെ മെമ്പർഷിപ്പിൻ്റെ 35,528ൻ്റെ 16%മാണ് വനിതാ അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതിൽ 25%, മിനിമം 25%-എങ്കിലും എത്തിക്കണം. അടുത്ത സമ്മേളനം ആകുമ്പോഴേക്കും 25%-ആയി വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തണം. ഈ പോരായ്മ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ചയുടെ അതിൻ്റെ ബഹുജനാടിത്തറയിൽ, മെമ്പർഷിപ്പിൽ, അതുപോലെ തന്നെ ഘടകങ്ങളുടെ എണ്ണത്തിലൊക്കെ തന്നെ ക്രമപ്രവൃത്തമായ വളർച്ച ഉണ്ടായ ഒരു കാലമാണ്. എന്നാൽ നിലനിൽക്കുന്ന ചില ദൗർബല്യങ്ങളെക്കുറിച്ചും ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വിലയിരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വയം വിമർശനപരമായി ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയ വിഷയങ്ങൾ ഈ റിലീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. TV ന്യൂസ് താനൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.